ഹലോ ഗായ്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലത്തെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിനെ കുറിച്ച് പറയാനായിരുന്നു. ഇന്നലത്തെ ടിക്കറ്റ് ടു ഫിനാലെ ഒരു 3:15 വരെ ഞാൻ കണ്ടു. 3:15 വരെ ആ ഒരു ടൈം വരെ കണ്ടു. അപ്പോൾ 3:15 ഞാൻ ലാസ്റ്റ് എടുത്ത പിക്ചറാണ് അവസാനം വെച്ചിരിക്കുന്നത്. നമ്മുടെ സാബുമാനും ആര്യനുമാണ് നിൽക്കുന്നത്. ലാസ്റ്റ് സാബുമാൻ മാറി ആര്യനാണ് ഈ ടിക്കറ്റ് ടു ഫിനാലയിൽ ഫസ്റ്റ് ടാസ്ക് ജയിച്ചത്. മറ്റേത് ആദ്യത്തെ ഒരു പോയിന്റ് നെവിനായിരുന്നു. പക്ഷേ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഇന്നലെ തുടങ്ങിയതാണ് ടിക്കറ്റ് ടു ഫിനാലയുടെ ഫസ്റ്റ് ടാസ്ക്. ഇന്നാണ് സെക്കൻഡ് ടാസ്ക്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പിന്നെ നിവിനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചരിയുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നിവിൻ താഴേക്ക് പോരുന്നു. അതിനുശേഷം പിന്നീട് ആ നിന്ന ആൾക്കാരെല്ലാം വളരെ സ്ട്രെയിറ്റ് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നമ്മുടെ അനീഷ ആയാലും അതുപോലെ തന്നെ നമ്മുടെ സാബുമാൻ ആയാലും അക്ബർ ആയാലും അതുപോലെ ഷാനവാസിക്ക ആയാലും എല്ലാവരും ഒരു സ്ട്രെയിറ്റ് ആയിരുന്നു നിന്ന്. പക്ഷേ സ്ട്രെയിറ്റ് ആവാതെ നിന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ആര്യനായിരുന്നു കേട്ടോ. ആര്യനായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചരിഞ്ഞും പിരിഞ്ഞും ഒക്കെ നിൽക്കുന്ന ഒരാൾ കണ്ടില്ലേ. ആ ഒരു സമയത്തും ചരിഞ്ഞ് നിൽക്കുവാണ്, കാല് മടക്കുന്നുണ്ട്, കാല് മടക്കിയിരിക്കുകയാണ്. ആ ഒരു കംഫർട്ട് ലെവലിൽ ഒരു റെസ്റ്റിംഗ് ലെവലിലാണ് നിൽക്കുന്നത്. ഷാനവാസിക്കയും ചെറുതായിട്ടൊന്ന് കാല് മടക്കുന്നുണ്ട്. പക്ഷേ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. അനീഷേട്ടനും അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ഇതിൻ്റെ പേരെന്താ സാബുമാനും അക്ബറും ഒക്കെ ആ ഒരു ആദ്യം നിവിനും വളരെ കറക്റ്റായിട്ട് നിന്ന നിവിൻ ആദ്യം തന്നെ വീണു. അപ്പോൾ ഈ ഭയങ്കര സ്ട്രെയിൻ പിടിച്ച് നമ്മൾ മുട്ടുവളയാതെ കറക്റ്റ് സ്ട്രെയിറ്റ് പൊസിഷനിൽ നിന്ന് ആദ്യത്തെ ആൾക്കാരെല്ലാം വീണുപോയി എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ബുദ്ധിമുട്ടായിപ്പോയി. പക്ഷേ പിന്നീട് റെസ്റ്റിംഗ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു മുട്ട് മടക്കിയും മുട്ട് വളച്ചും കൈ വളച്ചും വളരെ റെസ്റ്റിംഗ് ആയിട്ട്, കാരണം ഒരു സൈഡോട് കൂടി റെസ്റ്റ് എടുക്കുക, പിന്നെ അത് കഴിഞ്ഞ് അടുത്ത സൈഡ് റെസ്റ്റ് എടുക്കുക, അങ്ങനെ നിന്ന ആൾക്കാരൊക്കെ അവസാനം വരെ നിന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിനിടയ്ക്ക് ഒരുപാട് കള്ളക്കളികൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. പല ആൾക്കാരും ഈ പിടിച്ചിരിക്കുന്ന കൈ മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് ബിഗ് ബോസ് പറഞ്ഞിരുന്നത്. പക്ഷേ ആരിനൊക്കെ പല തവണയും കൈകൾ ഇങ്ങനെ മാറ്റുന്നതായിട്ടുള്ളത് പിക്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഒരു പിക്ചർ, കാരണം കൈ ഇങ്ങനെ മാറ്റുന്നുണ്ട്. ആ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പിങ്സ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. കൈ മാറ്റുന്നു, അതുപോലെ തന്നെ കാലുണ്ടല്ലോ, കാല് പതുക്കെ നിരക്കി. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്പോർട്സ് ഷൂ ആണ്. സ്പോർട്സിൻ്റെ ഷൂ ഇട്ടുന്നവർക്ക് വളരെ നല്ലതാണ്. പിന്നെ ഇവരൊക്കെ ജിമ്മിൽ പോണ ആൾക്കാർക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു ഇത്. അപ്പോൾ ജിമ്മിൽ പോകാത്ത ആൾക്കാരൊക്കെ പെട്ടെന്ന് വീണുപോയി. ജിമ്മിൽ പോണ ആൾക്കാരായിരുന്നു നമ്മുടെ ആര്യൻ, അതുപോലെ തന്നെ സാബുമാൻ, നൂറ, ആദില, അതുപോലെ തന്നെ നമ്മുടെ അനുമോള്. ഇത്രയും പേര് എപ്പോഴും ജിമ്മിൽ പോകുന്ന ആൾക്കാർ. അപ്പോൾ അവർക്കിത് കുറച്ചും കൂടി എളുപ്പമായിരുന്നു, ഒരു ഈസി ഒരു ടാസ്ക് ആയിരുന്നു. ഈസി എന്ന് പറഞ്ഞാൽ വളരെ ഈസി എന്നുള്ളതല്ല, അവർക്ക് കുറച്ച് കൂടുതൽ നേരം നിൽക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ പക്ഷേ കുറച്ച് നേരം ആൾക്കാരൊക്കെ നിന്നതിന് ശേഷം എല്ലാവരും കാലും കയ്യും ഒക്കെ വളയ്ക്കാനും ഓരോരുത്തരും അവരുടെ ഒരു കംഫർട്ടബിൾ സ്റ്റേജിലേക്ക് പോകാനും കഴിഞ്ഞു ഇവർക്കൊക്കെ. അതിനൊക്കെ ആദില കുറച്ചും കൂടി ഇതായിരുന്നു. നൂറ പക്ഷേ കാല് വളയ്ക്കുകയും അതുപോലെ തന്നെ കാല് ഈ താഴെ ഈ ഒരു ടോയിലായിരുന്നു ആദ്യം വെച്ചിരുന്നത്. ടോയുടെ നടുക്ക് ഭാഗത്തായിരുന്നു വെച്ചിരുന്നത്. പിന്നീട് നിരക്കി ആ ഒരു ഹീലിൻ്റെ ഭാഗത്തേക്ക്, ഉപ്പൂറ്റിയുടെ ഭാഗത്തേക്ക് ഷൂസ് കൊണ്ടുവരുന്ന കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ആര്യനുണ്ടല്ലോ, ആര്യൻ ഈ ഒരു കാല് മറ്റേ കാല് വളച്ചിട്ട് ഒരു കാല് പൊക്കിയാണ് ഇത് വെച്ചിരിക്കുന്നത്. ഒരു സൈഡ് കൊണ്ടാണ് കൈ എന്ന് പറഞ്ഞാൽ സൈഡ് ചരിച്ചാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഒരു കാല് മടക്കിയിട്ടുണ്ട്. അങ്ങനെ പല തവണയും ഒരുപാട് പ്രാവശ്യം റെസ്റ്റ് ചെയ്താണ് അവർ നിന്നത്. ഇപ്പോൾ ഇത് തന്നെ എൻ്റെ കാല് മടക്കി നിന്നത് ഒരേ സ്ട്രൈറ്റ്. ഇപ്പം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഒരു ടാസ്കിൻ്റെ ലെറ്ററിൽ അവർ ഇരിക്കുന്ന പൊസിഷൻ, അവർ നിൽക്കുന്ന പിടിക്കുന്ന പൊസിഷൻ അതേ പൊസിഷനിൽ പിടിക്കുക, അതുപോലെ തന്നെ അവർ ചവിട്ടുന്ന പൊസിഷൻ അതേ പൊസിഷനിൽ തന്നെ ചവിട്ടുക എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. അവർക്ക് കാല് വളയ്ക്കുന്നതിനും കുഴപ്പമില്ലായിരുന്നു, മുട്ട് വളയ്ക്കുന്നതിന് പ്രശ്നമായിരുന്നു. പക്ഷേ അവർ പൊസിഷൻ മാറ്റാൻ പാടില്ല. ആദ്യമുള്ള ആൾക്കാർക്കൊന്നും അത് പിടികിട്ടാതെ എല്ലാവരും പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് കാല് മുട്ട് വളയാതെ സ്ട്രെയിറ്റ് ആയിട്ട് കൈയും കാലിൻ്റെയും മുട്ട് വളയാതെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നു. അതാണ് അവർക്ക് പെട്ടെന്ന് പോരാൻ പറ്റുക. അവർക്ക് അവിടെ കൂടുതൽ നേരം നിൽക്കാൻ പറ്റാഞ്ഞതിൻ്റെ കാരണം അതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ബാക്കി ഉണ്ടായിരുന്ന അവരെല്ലാം ഓരോ തരത്തിലും ഒരു സൈഡ് കൊണ്ടും ഒക്കെ റെസ്റ്റ് ചെയ്താണ് നിന്നത്. കൈ കൊണ്ടായാലും റെസ്റ്റ് ചെയ്തു, കാലുകൊണ്ടായാലും റെസ്റ്റ് ചെയ്തു. പിന്നീട് ഈ കൈ ഉണ്ടല്ലോ, കൈ ഇളത്തി പിടിച്ചിട്ട് പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനായിട്ട് ഇവരെല്ലാം മാറ്റുന്നുണ്ടായിരുന്നു. അവസാനം നിന്ന ഏറ്റവും കൂടുതൽ പ്രാവശ്യം മാറ്റിയതും കൈ എടുത്തതും ആര്യനാണ്. ആര്യൻ്റെ നമ്മുടെ ആ ഒരു വീഡിയോ അവർ കാണിക്കാതെ പല തവണയും മാറ്റുമായിരുന്നു. ആര്യൻ അങ്ങനെ നിൽക്കുന്നത് കറക്റ്റായിട്ട് ചെയ്യാതെ മാറ്റി പോകുമായിരുന്നു കേട്ടോ.
പിന്നെ നിവിനാണെങ്കിൽ ചുമ്മാ കിടന്ന് അനുമോൾ അങ്ങനെ ചെയ്യുന്നു, അനുമോൾ ഇങ്ങനെ ചെയ്യുന്നു, അനുമോൾ റെസ്റ്റ് ചെയ്യുന്നു, അനുമോൾ അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇവരെല്ലാം നൂറായും സാബുമാനും പറഞ്ഞു അനുമോൾ ചെയ്യുന്നെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താ ചെയ്താൽ എന്നും പറഞ്ഞ് എല്ലാവരും കാല് വളച്ചു അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൽ നിൽക്കുമായിരുന്നു. അതിൽ നിൽക്കുക എന്നുള്ളത് വളരെ ഒരു ദുർഘടം പിടിച്ച ഒരു കാര്യം തന്നെയാണ്, അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ ഇതിനകത്ത് ഏറ്റവും അവസാനം നിന്നവർ കള്ളക്കളിയാണ് കളിച്ചത്. അതുപോലെ തന്നെ കൈ മാറ്റി, പിന്നെ മഴ വന്നതിൻ്റെ ഭേദം കൈ മാറ്റി, പിന്നെ മൈക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു പാതിരാത്രിയിലും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ വന്നപ്പോൾ കൈ മാറ്റി. പിന്നെ അതിനേക്കാൾ പ്രധാനമായിട്ട് വെള്ളം കുടിച്ചു, ആരിന് വെള്ളം കൊടുത്തു, മറ്റുള്ളവർക്കൊന്നും വെള്ളം കൊടുക്കാനായിട്ട് ബിഗ് ബോസ് സമ്മതിച്ചില്ല. ഇതെല്ലാം ഒരു ഫേവറിസമാണ്. അങ്ങനെ എന്ത് ഫേവറിസം കാണിച്ചാലും അവസാനം ആര്യൻ തന്നെയാണ് ജയിച്ചത്. അത് നമുക്കറിയായിരുന്നു. ആര്യൻ സ്പോർട്സ് താരവും കൂടിയാണ്. ആര്യൻ തന്നെ അത്രയും റിസ്ക് എടുത്ത് ആര്യൻ തന്നെ ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ ആര്യൻ 9 പോയിൻ്റാണ് കിട്ടിയിരിക്കുന്നത്. സാബുമാൻ 2ാം സ്ഥാനം വന്നു. സാബുമാൻ 8 പോയിൻ്റ്. അതിന് ശേഷം നൂറയാണ്. നൂറയ്ക്ക് 7 പോയിൻ്റ് ആയിരിക്കും, മേ ബി ആണെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ അതിന് മുമ്പായിട്ട് ഇറങ്ങിയത് അനുമോളാണ്. അനുമോളിന് 6 പോയിൻ്റ്. അനുമോൾക്ക് മുന്നായിട്ട് ഇറങ്ങിയത് പിന്നെ നമ്മുടെ ആദിലയാണ്, അക്ബറാണ്. അക്ബറിന് 5 പോയിൻ്റ്, ആദിലയ്ക്ക് 4 പോയിൻ്റ്, അനീഷിന് 3 പോയിൻ്റ്, ഷാനവാസിന് 2 പോയിൻ്റ്, നിവിൻ 1 പോയിൻ്റ്. ഇങ്ങനെയാണ് പോയിൻ്റ് നില. ഫസ്റ്റ് ടാസ്ക് കഴിയുമ്പോഴത്തേക്കും ഇവരുടെ പോയിൻ്റ് നിലയാണ്. ടിക്കറ്റ് ടു ഫിനാലയുടെ ഫസ്റ്റ് ടാസ്ക്കാണ് കഴിഞ്ഞത്. ഇന്നാണ് ടിക്കറ്റ് ടു ഫിനാലയുടെ സെക്കൻഡ് ടാസ്ക്. അപ്പോൾ എന്തായാലും ടാസ്കുകൾ കഠിനമാവുക തന്നെ ചെയ്യും. കാരണം ടിക്കറ്റ് ടു ഫിനാലെ പെട്ടെന്നൊന്നും ആർക്കും കയറി പോകാനൊന്നും പറ്റൂലല്ലോ. അപ്പം പ്രേക്ഷകരുടെ വോട്ട് ഒരുപാടുള്ളവർക്ക് എന്തായാലും ടിക്കറ്റ് ടു ഫിനാലയുടെ ഒരു ആവശ്യമില്ല. അപ്പോൾ വോട്ട് കിട്ടില്ല എന്ന് തോന്നുന്നവർ വളരെ നന്നായിട്ട് കളിച്ച് ഒരു ടിക്കറ്റ് ഫിനാലിലേക്ക് പോകുക തന്നെ വേണം. എന്തായാലും എല്ലാവരും വാശിയേറിയിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. അതിപ്പം കാരണം എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം ഒരു രാജാവില്ല, ഒരു റാണിയില്ല, ആര് വേണമെങ്കിലും മാറിയും തിരിഞ്ഞോ. ഇപ്പോൾ തന്നെ ഫസ്റ്റിൽ നിൽക്കുന്ന അനീഷ് ചിലപ്പോൾ 2ലാവാം, 2ൽ നിൽക്കുന്ന അനുമോൾ, 1ൽ നിൽക്കുന്ന അനുമോൾ ചിലപ്പോൾ 2ലാവാം. അപ്പോൾ അങ്ങനെ ഇവരുടെ തന്നെ മാറ്റങ്ങൾ സംഭവിക്കാം. നമുക്കിത് പ്രവചിക്കാൻ പറ്റില്ല. ഇവർ തന്നെ ജയിക്കൂ എന്നുള്ള ഒരു ഇത് ആർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എല്ലാവരും ഇവർ 3 പേരും, ഇപ്പോൾ അനുമോളായാലും അനീഷേട്ടനായാലും അതുപോലെ ഷാനുക്കയായാലും 3ഉം ഒരേ കാറ്റഗറി 1, 2, 3 എന്ന് പറയുന്ന കാറ്റഗറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ലാസ്റ്റ് മൊമെൻറ്റിലെ 2 വീക്സിൽ അവരുടെ ആ ഒരു ടാസ്കും അവരുടെ പിന്നെ ബിഹേവിയറും അവരുടെ എങ്ങനെയാണ് അവരുടെ കളികളും ഇതെല്ലാം കണ്ടിട്ടാണ് പ്രേക്ഷകരെ തീരുമാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് കളിക്കട്ടെ. അനീഷേട്ടനും അനുമോളും ഷാനുക്കയും തന്നെ മുന്നിൽ വരട്ടെ എന്നുള്ള